സൗന്ദര്യത്തിന് സ്വർണ്ണ തിളക്കം നൽകാൻ ഇനി ലക്ഷങ്ങൾ വേണ്ട. പാരമ്പര്യത്തിന്റെ തനിമയും കരവിരുതും ഒത്തുചേരുന്ന ക്ലാസിക് ഫാഷൻ ഇമിറ്റേഷൻ ജ്വല്ലറി ഇപ്പോൾ ചേലക്കരയിലും. സ്ത്രീ മനസ്സുകൾ കൊതിക്കുന്ന പാലക്കാമാലകൾ, നാഗപടം, കാശിമാല, മുല്ലമുട്ടുമാല എന്നിങ്ങനെ പൈതൃകത്തിന്റെ ധന്യതയാർന്ന അപൂർവ ഡിസൈനുകൾ. ആഘോഷങ്ങൾക്ക് മാത്രമല്ല, നിത്യോപയോഗത്തിന് മണിയാൻ പറ്റിയ ആഭരണങ്ങളും പുത്തൻ തരംഗമായ കരിമണി മാലകളും ഇവിടെയുണ്ട്. വിശ്വസ്തയുടെ അടയാളമായി ഓരോ ആഭരണത്തിനും 6 മാസത്തെ ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കുട്ടികൾക്കായി പ്രത്യേക ശേഖരവും ട്രെൻഡി നെക്ലേസുകളും പാദസരങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സ്വർണത്തോട് കിടപിടിക്കുന്ന ഈ ആഭരണങ്ങൾ മിതമായ നിരക്കിൽ സ്വന്തമാക്കാൻ ഇന്നു തന്നെ സന്ദർശിക്കൂ ക്ലാസിക് ഫാഷൻ ഇമിറ്റേഷൻ ജ്വല്ലറി, കനറ ബാങ്കിന് എതിർവശം, ചേലക്കര. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചേലക്കര യൂണിറ്റിന്റെ 45ാം വാർഷിക പൊതുയോഗം മെയ് 20-ാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക് ചേലക്കര അനിൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചേലക്കര യൂണിറ്റിന്റെ 45ാമത് വാർഷിക പൊതുയോഗം മെയ് 20 ബുധനാഴ്ച നടത്തുവാൻ തീരുമാനിച്ചു. ചേലക്കര അനില ഓഡിറ്റോറിയത്തിൽ വെച്ച് ഉച്ചതിരിഞ്ഞ് 3 മണിക്കാണ് യോഗം ചേരുന്നത്. പൊതുയോഗത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പ്രസിഡന്റ് കെ വി അബ്ദുൽ ഹമീദ് നിർവഹിക്കും. ചടങ്ങിൽ ചേലക്കര നിയോജക മണ്ഡലം ചെയർമാൻ പി നാരായണൻകുട്ടി മുഖ്യപ്രഭാഷണം നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചേലക്കര യൂണിറ്റിന്റെ 45ാമത് വാർഷിക പൊതുയോഗമാണ് 2026 മെയ് 20 ബുധനാഴ്ച 3 മണിക്ക് അത് അനില ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടക്കുന്നത്. അപ്പോൾ ഈ പൊതുയോഗം സംഘടിപ്പിച്ചിട്ടുള്ളത് കഴിഞ്ഞ 2 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കാനാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ 2 വർഷത്തെ വരവ് ചെലവ് കണക്കും ബാലൻസ് ഷീറ്റും അതുപോലെ ഓഡിറ്റർ റിപ്പോർട്ടും അവതരിപ്പിക്കാനാണ്. അതുമാത്രമല്ല, അടുത്ത 2 വർഷത്തേക്കുള്ള ഭരണസമിതിയെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പൊതുയോഗം സംഘടിപ്പിക്കുന്നത്. നമ്മുടെ ഈ പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുന്നത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് കെ വി അബ്ദുൽ ഹമീദാണ്. അതുപോലെ തന്നെ മുഖ്യപ്രഭാഷണം നടത്തുന്നത് ചേലക്കര നിയോജക മണ്ഡലം ചെയർമാൻ പി നാരായണൻകുട്ടി അവർക്കാണ്. അപ്പോൾ അന്നേ ദിവസം പൊതുയോഗത്തിന്റെ ഭാഗമായിട്ട് 2 മണി മുതൽ എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും, യൂണിറ്റിൽപ്പെട്ട എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും അന്ന് മുടക്കാണ്. അതുകൊണ്ട് തന്നെ ഈ പൊതുയോഗത്തിൽ എല്ലാ നാട്ടുകാരും സഹകരിക്കുന്നത് മാത്രമാണ് ഈ സമയത്ത്. വാർഷിക പൊതുയോഗം പ്രമാണിച്ച് അന്നേ ദിവസം ഉച്ചയ്ക്ക് 2 മണി മുതൽ ചേലക്കരയിലെ വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിടുന്നതാണെന്ന് ഭാരവാഹികൾ CCVയോട് വ്യക്തമാക്കി. വ്യാപാരികളുടെ ഈ തീരുമാനവുമായി പൊതുജനങ്ങളും ഉപഭോക്താക്കളും സഹകരിക്കണമെന്ന് ഏകോപന സമിതി ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു. 2 വർഷത്തോളം ഭാരവാഹികളായിരുന്നു ഞങ്ങൾക്ക് എൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുകയാണ്. എന്തായാലും അത് 2 വർഷത്തോളം വ്യാപാരികൾ നാട്ടുകാരും ഞങ്ങൾക്ക് തന്ന സപ്പോർട്ടിന് വളരെ നന്ദി പറയുന്നു. അതിൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ച് ബുധനാഴ്ച 3:30 മണിക്കാണ് മീറ്റിംഗ് ആരംഭിക്കുന്നത്. അന്നേ ദിവസം കടകളടച്ച് എല്ലാ വ്യാപാര സുഹൃത്തുക്കളും പങ്കെടുത്ത് ആ യോഗത്തെ വൻ വിജയമാക്കി തീർക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അത് മുഖാന്തരം അടുത്ത 2 വർഷത്തേക്ക് നല്ല ഭരണകർത്താക്കളെ കണ്ടുപിടിച്ച് ഒരു പുതിയ രൂപീകരണം നടത്തുവാനും ആ പുതിയ വരുന്ന കമ്മിറ്റി നല്ല രീതിയിൽ അവസ്ഥ സംഘടനയെ മുന്നോട്ട് നയിക്കുവാനും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകുവാനും നേരുന്നുണ്ട്. കാരണം വെച്ചാൽ ഇതൊരു വ്യാപാര സംഘടന എന്ന് പറഞ്ഞാൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു സംഘടനയാണ്. അനേകം പ്രശ്നങ്ങൾ വ്യാപാര സംഘടനയിലുണ്ട്. പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭാരങ്ങളെ സംബന്ധിച്ച് നമ്മുടെ വ്യാപാരം കുറവ്, അതുപോലെ ഓൺലൈൻ, ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ബിസിനസ്സെല്ലാം വളരെ മോശമായ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ എങ്ങനെ അതിജീവിക്കണം, എങ്ങനെ അതിൽ നിന്ന് നമുക്ക് കരകയറുന്ന ചിന്ത കൂടി വ്യാപാരികൾക്ക് കൊടുക്കാനൊരു ക്ലാസ് അടക്കം അതിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിർബന്ധമായും ആ ക്ലാസ്സിലും അതുപോലെ നേതാക്കന്മാരുടെ പ്രസംഗത്തിലും എങ്ങനെ നമ്മുടെ ബിസിനസ് ഉയർത്താമെന്നുള്ള ഒരു ക്ലാസ് ഉണ്ട്, അതിൽ പങ്കെടുപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഇതുവരെ ചെയ്ത സഹകരണങ്ങൾക്ക് നന്ദി പറയുകയും പുതിയ ഭരണസമിതി ആരായാലും അവർക്ക് നല്ലത് വരുവാനും വ്യാപാരി വ്യവസായ സ്ഥാപനത്തെ ഈ സംഘടനയെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കാനും സഹായിക്കട്ടെ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. യോഗം തീരുമാനങ്ങൾ വിശദീകരിച്ച വാർത്താ സമ്മേളനത്തിൽ സംഘടനയുടെ സെക്രട്ടറി ഗീവർ, പ്രസിഡന്റ് M. അബു, യൂത്ത് വിംഗ് സെക്രട്ടറി ജോഷി, കൺവീനർ സൈനുദ്ദീൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് CCV.